കേരളം ഭരണഘടനാപരമായി നിലവിൽ വന്നത് 1956 നവംബർ 1 അതിനു മുൻപേ മലയാള സ്വത്വത്തിന്റെ സാംസ്കാരിക ഭൂപടം തയ്യാറായിരുന്നു. കവികളായിരുന്നു ഇതിനുള്ള അരങ്ങൊരുക്കിയത്. കേരളീയതയുടെ ലക്ഷണയുക്തമായ മുദ്രകൾ കവികൾ തങ്ങളുടെ രചനകളിൽ ഒളിപ്പിച്ചുവച്ചു. കടലിനുള്ളിലെ അജ്ഞാതമായ ഭൂപ്രദേശങ്ങളിൽ തങ്ങളെ തേടിവരുന്ന ആസ്വാദകരെയും കാത്തുകഴിയുന്ന മുത്തുച്ചിപ്പികളുടെ മനോഹാരിത ഹൃദയത്തിൽ ഇറ്റിറ്റു വീഴുന്ന കവിതയാകുന്ന തേൻകണങ്ങൾ കൊണ്ട് കവികൾ സൃഷ്ടിച്ചു. അവർ കേരളക്കരയുടെ പ്രക്ഷുബ്ധതയെ തീപിടിപ്പിച്ചു. അവരുടെ വിപ്ലവമോഹങ്ങളിൽ ചെങ്കനൽ വിതറി. പ്രണയങ്ങളിൽ ആർദ്രതയും വിരഹവും നിറച്ചു. ഒരു ജനത സ്വപ്നം കാണാനും മുദ്രാവാക്യം വിളിക്കാനും പ്രേമിക്കാനും പഠിച്ചത് കവിതകളിലൂടെയായിരുന്നു. കവിത മലയാളിക്ക് ശ്വാസമായിരുന്നു. കൈരളിയുടെ ആരംഭം മുതൽ നാളിതുവരെയുള്ള ഭക്തിപ്രസ്ഥാനത്തിൽ നിന്ന് കഥകളിപ്പദങ്ങളിലൂന്നി, തുള്ളലിന്റെ ആക്ഷേപഹാസ്യത്തിൽ തുള്ളി, വള്ളം കളിപ്പാട്ടിന്റെ ചേലിലൊഴുകി, പ്രണയത്തിന്റെ മലരണിക്കാടുകൾ കയറിയിറങ്ങി, വിരഹത്തിന്റെ വേനലിൽ വെന്തുരുകി, വിപ്ലവത്തിന്റെ തീച്ചൂളയിൽ ആളിക്കത്തി, നാടൻപാട്ടായും നാടകഗാനമായും സിനിമാ പാട്ടുകളായും മലയാള കവിത പറന്നു. ആധുനിക മലയാള ഭാഷയുടെ പിതാവായും പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയായും വിശേഷിപ്പിക്കപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടങ്ങാം. ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്മണോപദേശത്തിലൂടെ കവി ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരിക്കുന്നു. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങും എന്നറിഞ്ഞ് ക്രുദ്ധനായി പിതാവിനെപ്പോലും വധിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ സാന്ത്വനിപ്പിക്കുന്നതാണ് ലക്ഷ്മണോപദേശം. ക്ഷോഭിച്ച കടൽ പോലെ കലിതുള്ളിയ ലക്ഷ്മണന്റെ മനസ്സിനെ തിരയടങ്ങിയ ആഴക്കടൽ പോലെ ശാന്തമാക്കുന്നു ശ്രീരാമദേവന്റെ വചനാമൃതം. വഴിയമ്പലത്തിൽ ഒരുമിച്ച് പിരിയുന്ന പാന്തരെപ്പോലെ ജീവിതയാത്രയിൽ അല്പനേരം ഒരുമിച്ചു കഴിയുന്നവർ തമ്മിൽ മത്സരിക്കുന്നതിന്റെ നിരർത്ഥകത ഓർമ്മപ്പെടുത്തുന്നു ലക്ഷ്മണോപദേശം. വത്സസൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും, നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും, നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വഗ്നിസംതപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകിളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ, കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമമെത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. കവിത വേഷപ്പകർച്ച നടത്തി കഥകളിയായും കൂത്തായും തുള്ളലായും കണ്ണിനു വിരുന്നൊരുക്കി അരങ്ങിലെത്തി. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, കവിതയെ ചാട്ടവാറാക്കി ജനകീയമാക്കിയ മലയാളത്തിന്റെ ആദ്യ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് തുള്ളിമറിച്ചത് കേരളത്തിന്റെ സാഹിത്യ സുരഭിയെ കൂടിയാണ്. മനുഷ്യന്റെ വിമർശിക്കാനുള്ള ത്വരയെ ആക്ഷേപഹാസ്യത്തിന്റെ മേലങ്കിയിട്ട് അണിയിച്ചൊരുക്കി കുഞ്ചൻ നമ്പ്യാർ അരങ്ങിലെത്തിച്ചു. ദ്രൗപദിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗഗന്ധികപ്പൂക്കൾ തിരഞ്ഞ് കാടും മലയും കയറി ഉദ്ധതനായി വന്നെത്തിയ ഭീമസേനന്റെ മുന്നിൽ വെറും പീറക്കുരങ്ങനായി വഴിമുടക്കിക്കിടന്ന് തന്റെ വാൽ ഗദ കൊണ്ട് അല്പമൊന്ന് എടുത്തുമാറ്റി പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞ ഹനുമാൻ. വാൽ മാറ്റുവാനാകാതെ ഉഴറിനിന്ന ഭീമസേനൻ. ഇവരുടെ സംഭാഷണമാണ് കല്യാണ സൗഗന്ധികം തുള്ളൽ.
വൃദ്ധനായൊരു ബലിമുഖനെ കണ്ടു. ക്രുദ്ധനായി പറഞ്ഞിടീനജസ. വൃദ്ധനായൊരു ബലിമുഖനെ കണ്ടു. ക്രുദ്ധനായി പറഞ്ഞിട നോക്കടാ മാർഗേ കിടക്കുന്ന, ഒക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, ഒക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, ഒക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ എങ്ങു മാറിക്കിടാശടാ. ഒക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന, മർക്കടാ നീ അങ്ങു മാറിക്കിടാചടാ. മർക്കടാ നീ എങ്ങു മാറിക്കിടാശടാ. മർക്കടാ നീ അങ്ങു മാറിക്കിടാചടാ. മർക്കടാ നീ എങ്ങു മാറിക്കിടാശടാ. മർക്കടാ നീ അങ്ങു മാറിക്കിടാചടാ. സ്ഥാനത്തു വന്നു ചെയ്യിപ്പാൻ, ദുർഘടസ്ഥാനത്തു വന്നു ജയിപ്പാൻ, നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി. ദുർഘടസ്ഥാനത്തു വന്നു ജയിപ്പാൻ നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി. നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി. നിനക്കെടാ തോന്നുവാൻ എന്തടാ സംഗതി. ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, ഈ കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങിവൻ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കും മൂളിക്കൊരങ്ങിവൻ, ഈ കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങിവൻ, ഈ കാട്ടിൽ കിടക്കുന്ന മൂളിക്കൊരങ്ങിവൻ, ഒട്ടും വകതിരിവില്ലാത്തവല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്തവല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്തവല്ലാത്ത, ഒട്ടും വകതിരിവില്ലാത്തവല്ലാത്ത, ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ഒട്ടും വകതിരിവില്ലാത്തവല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു. ഈ കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ, ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ, മരച്ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ നിന്റെ, ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തടാ. ചാട്ടത്തിൽ നിന്നും പിഴച്ചുപോയോ, നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തടാ. നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തടാ. നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്തതെന്തടാ. എഴുന്നേറ്റു പോ. അരമനയിലും അന്തഃപുരത്തിലും മയങ്ങിക്കിടന്ന മലയാള കവിതയ്ക്ക് സംസ്കൃത ഭാഷാബന്ധം കൂടുതലായിരുന്നു. ശൃംഗാരത്തിൽ മുങ്ങിയ കവിതയെ എല്ലാവർക്കും ആസ്വദിക്കാൻ പാകത്തിൽ പച്ച മലയാളത്തിൽ വെൺമണിക്കവികളും കൊടുങ്ങല്ലൂർ കവികളും പാകപ്പെടുത്തി. ഇവിടെ നിന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ് കവിതയിലെ കാൽപ്പനിക യുഗത്തിന്റെ പിറവി. ഇടക്കാലത്ത് തളർന്നുപോയ മലയാള കവിതയ്ക്ക് അടിത്തറ പാകിയ കവിത്രയത്തിലെ പ്രമുഖനാണ് കുമാരനാശാൻ. മനുഷ്യന്റെ ദുരവസ്ഥകളെയും സാമൂഹ്യ ജീവിതത്തിലെ അനാചാരങ്ങളെയും ഐശ്വര്യത്തിന്റെ അസ്ഥിരതയെയും പ്രണയത്തിന്റെ വൈവിധ്യത്തെയും ദാർശനികതയുടെ വെളിച്ചത്തിൽ ആശാൻ അവതരിപ്പിച്ചു. സനാതനമായ ആത്മീയ സത്യങ്ങളുടെ നേർക്ക് കവി പിടിച്ച കാലത്തിന്റെ കണ്ണാടിയിൽ കൂടിയാണ് നമ്മൾ സ്വന്തം പ്രതിബിംബം ദർശിച്ചത്. ബുദ്ധമത കഥയെ ഉപജീവിച്ച് ആശാൻ എഴുതിയ കരുണയിൽ വാസവദത്ത എന്ന ദേവദാസിക്ക് ബുദ്ധശിഷ്യനായ ഉപഗുപ്തനോട് തോന്നുന്ന പ്രണയമാണ് പ്രമേയം. ഉപഗുപ്തനോട് തന്റെ പ്രണയം ദൂതു പറയാൻ പോയ തോഴി സമയമായില്ല എന്ന ഉപഗുപ്തവാക്യം ആവർത്തിക്കുമ്പോൾ പ്രണയപാരവശ്യത്താൽ അക്ഷമയാകുന്ന വാസവദത്ത.
നിന്റെ പ്രയത്നവല്ലരി രസം കലർന്നിതോ ഫലം ചൊൽക കനിയായിതോ. എനിക്കു സന്ദേഹമില്ലിക്കുറി ഓർക്കിലപ്പുമാൻ മനുഷ്യനാണല്ലോ നീയും ചതുരയല്ലോ. ത്വരയാർന്നിങ്ങനെ അവൾ തുടർന്നു ചോദിച്ചാൾ. ഉടനരികത്തണഞ്ഞു തോഴി തൊഴുകൈയോടെ. സമയമായില്ലെന്നു താനിപ്പോഴും സ്വാമിനി അവൻ വിമനസ്സായുരയ്ക്കുന്നു വിഷമമെന്നാൾ. കുണ്ഠിതയായി തൂ കേട്ടു പുരികം കോട്ടിയും കളിച്ചെണ്ടു ചെറ്റു ചോടിച്ചൂടൻ വലിച്ചെറിഞ്ഞും. മട്ടൊഴുകും വാണിയവൾ ചൊല്ലിനാൾ മനമുഴറി. ഒട്ടു തോഴിയോടായൊട്ടു സ്വഗതമായും. സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. കാടു ചൊല്ലുന്നതാമെന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീ ഉൽപ്പലബാണൻ. പണമില്ലാഞ്ഞു താൻ വരാൻ മടിക്കയാവാമ സാധു. ഗണികയായി തന്നെ എന്നെ ഗണിക്കയാവാം. ഗുണബുദ്ധിയാൽ ഞാൻ തോഴി കൊതിപ്പത കോമളന്റെ പ്രണയം മാത്രമാണെന്നു പറഞ്ഞില്ലേ നീ. കാൽപ്പനിക കവിതയിലെ രണ്ടാം തലമുറയായ ജി ശങ്കരക്കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ, ബാലാമണിയമ്മ എന്നിവരെ കടന്ന് കവിതയുടെ മഴമേഘങ്ങൾ കൂടുകൂട്ടാൻ തുടങ്ങിയത് ഇടപ്പള്ളി ദേശത്തിന്റെ മുകളിലായിരുന്നു. കനക ചിലങ്ക കിലുക്കിവന്ന കാവ്യനർത്തകിയെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്റെ മഷിപ്പേനയിൽ ഒളിപ്പിച്ചപ്പോൾ മലയാള കവിതയിൽ വസന്തം പൂത്തുലഞ്ഞു. എക്കാലത്തെയും മികച്ച കാവ്യാനുഭവങ്ങൾ നിരനിരയായി ചങ്ങമ്പുഴയുടെ മുരളികയിൽ നിന്ന് പിറവിയെടുത്തു. ഏകാന്തമായ വായനക്കാരന്റെ വിഹുലതകൾക്കുമേൽ കവിയുടെ അക്ഷരബിംബങ്ങൾ ആഞ്ഞുകുത്തി. അങ്ങനെ ഇടപ്പള്ളി ദേശത്ത് ഉരുവം കൊണ്ട മഴമേഘങ്ങൾ പെയ്യിച്ച മഴയിൽ കുട ചൂടാതെ നനഞ്ഞത് തലമുറകളായിരുന്നു. രമണീയമായിരുന്നു ആ കാവ്യം. രമണൻ ആയിരുന്നു ആ കാലഘട്ടത്തിന്റെ ഒരേയൊരു പ്രതിനിധി. കാനനഛായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഇപ്പോൾ അവിടത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞിരിക്കും. പുഷ്പനീ കുഞ്ചങ്ങളാകമാനം തൽപ്പതലങ്ങൾ വിരിച്ചിരിക്കും. ഇന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. ആരണ്യച്ചാർത്തിയിലേക്കെൻ്റെ കൂടെ പോരേണ്ട പോരേണ്ട ചന്ദ്രികേ നീ. നിൻകഴൽ പൂമ്പോടി പൂശി നിൽക്കാൻ ശങ്കയില്ലാവനമർഹമല്ല. എന്നെപ്പോൽ തുച്ഛരാമാട്ടിടയർ ചെന്നിടാനുള്ളതാണ് പ്രദേശം. നമ്മൾക്കാ വിശ്വപ്രകൃതിമാതിൻ രമ്യവിശാലമാം മാറിടത്തിൽ ഒന്നിച്ചിരുന്നു കുറച്ചു നേരം നർമ്മസല്ലാപങ്ങൾ നിർവഹിക്കാം. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അങ്ങിപ്പോൾ പാടിപ്പറന്നിടുന്നതെന്തെല്ലാം പക്ഷികളായിരിക്കും. ഈ പുഷ്പവാടിയിലെത്തിടാത്ത
കാത്തോരൊറ്റ കിളിയുമില്ലാവനത്തിൽ ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്നു നിൻ ചിന്തകളാകമാനം സംഗീത സാന്ദ്രങ്ങളായിടട്ടെ. ഭാവനാലോലനായികനായി നീ പോവുക പോവുക ജീവനാഥ. ഭാവനാലോലനായികനായി നീ പോവുക പോവുക ജീവനാഥ. ചങ്ങമ്പുഴ കവിതകളിൽ മയങ്ങി വീണ മലയാളം ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, എൻ കൃഷ്ണവാര്യർ, ജി കുമാരപ്പിള്ള, ഒളപ്പമണ്ണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി തുടങ്ങിയവരിലൂടെ ചിരപ്രതിഷ്ഠ നേടി. കവിത വീണവായനയല്ല, സമരമാണെന്ന് പ്രഖ്യാപിച്ച കവി പി ഭാസ്കരൻ കവിതയെ ഗാനശാഖയോടടുപ്പിച്ചു. കവിത നാടകഗാനമായും സിനിമാ ഗാനമായും വഴിമാറി നടക്കാൻ തുടങ്ങി. ഇവർക്കൊപ്പം വയലാർ രാമവർമ്മയും ONV കുറുപ്പും കൂടെ കൂടി. 70കളിലെ സ്വത്വപ്രതിസന്ധി അനുഭവിച്ച ക്യാമ്പസ് കാമുകർ അഭയം പ്രാപിച്ചത് ONVയുടെ കവിതകളിലായിരുന്നു. വിരഹത്തിന്റെ അരളിപ്പൂക്കൾ അവർ ONV കവിതകളിൽ കണ്ടെത്തി. ഇരുന്നു പ്രണയിച്ച വാഗമരത്തിന്റെ തടികളിൽ അവർ കോറിയിട്ട നൈരാശ്യങ്ങൾ കവിയുടെ കൽപ്പിതങ്ങളായിരുന്നു. എത്ര വട്ടം എത്തിനോക്കാനും തയ്യാറാക്കുന്ന ഓർമ്മകൾ അവരെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ മോഹങ്ങളിലെ കായ്ച്ചുനിന്ന നെല്ലിമരങ്ങൾ അവരുടെ തന്നെ നോവുകളായിരുന്നു. ആദ്യം കഴിക്കുകയും പിന്നെ മധുരിക്കുകയും ചെയ്യുന്ന, വെറുതെ മോഹിക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട മോഹങ്ങൾ. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർ പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ വിളങ്ങി പറന്നു പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം. മലയാള കവിതയിലെ ആധുനിക പ്രവണതകൾ സച്ചിദാനന്ദൻ, വിനയചന്ദ്രൻ, അയ്യപ്പ പണിക്കർ, കക്കാട് എന്നിവരിലൂടെ വികാസം പ്രാപിച്ചു. കാൽപ്പനിക ഇഴകൾ കൊണ്ട് നെയ്തതെങ്കിലും സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെതിരെ കവിത കൊണ്ട് പോരാടിയ കവയത്രി സുഗതകുമാരി കടന്നുപോയി. കവിതയെ പാരമ്പര്യത്തിന്റെ ചന്തം നിറച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണിയുടെ ചുടുകട്ടകളിൽ നിന്ന് ചിതറിത്തെറിച്ച തീത്തരികളായിരുന്നു കടമ്മനിട്ട കവിതകൾ. ആദ്യ മലയാളത്തിന്റെ പ്രചണ്ഡ താളങ്ങൾ കടമ്മനിട്ട കവിതയെ വേറിട്ടതാക്കി. വീറും വാശിയും നിറച്ച ആ കവിതകൾ കേരളം മുഴുവനും അലയടിച്ച് ചക്രവാത ചുഴികളായി മാറി. കവിത ഉറക്കെ ചൊല്ലാനുള്ളതാണെന്ന തിരസ്കൃതന്റെ ഗോത്രസ്മൃതി കടമ്മനിട്ട കവിതകൾക്ക് ഊടും പാവും നെയ്തു. കടമ്മനിട്ട ഒരേ സമയം ഒരു ദേശത്തിന്റെയും കവിയുടെയും പേരായി. രൗദ്രതയുടെ മുടിയഴിച്ചാട്ടങ്ങൾ ഈ കവിതകളെ അനുവാജ്യ ഹൃദയങ്ങളിൽ പള്ളിവാളും കാൽച്ചിലമ്പും അണിയിച്ച് കുടിയിരുത്തി. കവി പാടിയത് കവിക്കു വേണ്ടിയായിരുന്നില്ല, കാവിനു വേണ്ടിയായിരുന്നു. കാവു തീണ്ടാനെത്തുന്ന പടയണിക്കോലങ്ങൾ കുറത്തിയായും കുറവനായും ആധുനിക ജനതയ്ക്കു നേരെ ചോദ്യശരങ്ങളെറിഞ്ഞു. തലയറിഞ്ഞവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്.
കരിനാഗക്കളമേറി പുറത്തി തുള്ളുന്നു. കരിങ്കണ്ണിൻ കട ചുവന്ന് കരിഞ്ചായൽ കെട്ടഴിഞ്ഞ് കാരിരുമ്പിൻ ഉടൽ വിറച്ച് പുറത്തി ഉറയുന്നു. അരങ്ങത്ത് മുൻനിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിടം കണ്ടാൽ കുറത്തിയെ കടാക്ഷിക്കും. കരനാഥന്മാർക്കു നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു. നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കാട്ടുവള്ളിക്കിഴങ്ങുമാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ, കാട്ടുചോലത്തെളി നീര് പകർന്നു തന്നില്ലേ, പിന്നെ പൂത്ത മാമര ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ. കാട്ടുപോത്ത് കരടി കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകൾ ഓങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ. പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തു പോയില്ലേ. വീണ്ടും പല്ലടത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കായി ചോര ചിന്തിയ വിപ്ലവകാരിയുടെ കഥ പറയാതെ മലയാള കവിതാ ചരിത്രം പൂർത്തിയാവില്ല. വിപ്ലവമുള്ളിടത്തോളം കാലം കവിതയും, കവിതയുള്ള കാലത്തോളം താനുമുണ്ടാകുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അനിൽ പനച്ചൂരാൻ ചോര വീണ മണ്ണുകളിൽ നട്ടുനനച്ചു വളർത്തിയ കവിതയുടെ പൂമരങ്ങൾ 100 പൂക്കൾ വിരിയിക്കുന്നത് കണ്ടാണ് കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ കവി അകാലത്തിൽ മറഞ്ഞത്. ഒരേ സമയം സാന്ദ്രവും തീക്ഷ്ണവുമായ കവിതകൾ കവി രചിച്ചു. പാട്ടുകൾക്കിടയിലെ കവിയും കവികൾക്കിടയിലെ പാട്ടെഴുത്തുകാരനുമായിരുന്നു പനച്ചൂരാൻ. നമ്മൾ വന്ന വീഥികളിൽ ചോര കൊണ്ടെഴുതിവച്ച വാക്കുകൾ നമ്മെ പുളകമണിയിക്കട്ടെ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീഥിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. നട്ടു നട്ടു നാം വളർത്തിയ വിളകളെ ഒന്നു കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി. സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മനുഷ്യർ പോരടിച്ചു കൊടി പിടിച്ചു നേടിയതീ മോചനം. പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ടതോർക്കുവിൻ, വഴിപിഴച്ചു പോയിടാതെ മിഴിതെളിച്ചു നോക്കുവിൻ. നേരിടാൻ
കരുത്തു നേടണം, നിരാശയിൽ വീണിടാതെ നേരിനായി പൊരുതുവാൻ കുതിക്കണം. നാളെ എന്നതില്ല, നമ്മൾ ഇന്നു തന്നെ നേടണം. നാൾ വഴിയിലെന്നും അമരഗാഥകൾ പിറക്കണം. സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നമൊന്നു തന്നെ. വ്യത്യസ്തമായ ബിംബകൽപ്പനകൾ കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ കവിതയിലൂടെ വായനക്കാരന്റെ നെഞ്ചകങ്ങളിൽ സ്പന്ദനങ്ങളാക്കി മാറ്റിയ കവി അയ്യപ്പൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, മധുസൂദനൻ നായർ, മുരുകൻ കാട്ടാക്കട, റഫീഖ് അഹമ്മദ്, അങ്ങനെ നിരവധി പേർ. അവരിൽ തന്നെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ കവിതകളിൽ കൂടി അവതരിപ്പിച്ച റഫീഖ് വ്യത്യസ്തനായി. ദുഃഖം ഘനീഭവിക്കുന്ന ഏകാന്ത നിമിഷങ്ങളിൽ റഫീഖ് കവിതകൾ നമുക്ക് സുഹൃത്തും വഴികാട്ടിയുമായി. അതുകൊണ്ടു തന്നെയാണ് തോരാമഴ നമ്മളെ കരയിക്കുന്നതും. ഗൃഹാതുരത്വത്തിന്റെ നേർമകളിൽ ഒരു മഞ്ഞുവിരൽ സ്പർശമായി റഫീഖിന്റെ കവിത ഉമ്മുക്കൊലുസു നമ്മെ മാറ്റുന്നു. ഉമ്മുക്കൊലുസു മരിച്ച അന്നു മുതൽ ഈ മഴ തോർന്നിട്ടില്ല. ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു. ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ, ഗ്യാസ് ലൈറ്റ് പായകൾ കൊണ്ടുപോയി. ഉമ്മറക്കൽപ്പടിച്ചോട്ടിൽ അവൾ അഴിച്ചിട്ട ചെരിപ്പൊന്നുരുമ്മി നോക്കി. പുള്ളിക്കുറിഞ്ഞി നിസ്സംഗയായി പിന്നിലെ കല്ലുവെട്ടാം കുഴിക്കുള്ളിലേറി. തെക്കേ പുറത്തയക്കോലിൽ അവളുടെ ഇത്തിരി പിന്നിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്നു തട്ടിനോക്കി മരക്കൊമ്പിലേറി. ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രിയിൽ ഉമ്മ പുറത്തു തനിച്ചു നിൽക്കേ. പെട്ടെന്നു വന്നു പെരുമഴ, ഉമ്മയോ ചിക്കെന്നകത്തു തിരഞ്ഞു ചെന്നു. വില്ലൊടിഞ്ഞെന്നു ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കുട ചെന്നെടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടി മേലേ നിവർത്തി വെച്ചു. ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല. കാവ്യായനം ഒരു ആദരമാണ്. പല കാലങ്ങളിൽ ജീവിച്ച നമ്മെ ഒരുമിപ്പിക്കുന്ന സൂര്യനാണ് കവിത. വിട്ടുപോയ കവികൾ നമ്മോട് പൊറുക്കട്ടെ. ഇവിടെ ഇഴചേർക്കപ്പെട്ടത് തികച്ചും വൈയക്തികമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ ശേഷപത്രമാണ്. കവിതയിൽ ജനിച്ച്, കവിതയിൽ വളർന്ന്, കവിതയിലൂടെ ഓർമ്മിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കേരളമുണ്ടെന്ന വിനീതമായ ഒരു തിരിച്ചറിവാണ് ഈ പരിപാടിയുടെ പ്രേരണ. ബാക്കിയെല്ലാം ഇതിൻ്റെ കുറവുകളാണ്. ആ കുറവുകളെയും കവിത എന്നു തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എഴുതിയ വരികളെക്കാൾ എഴുതാനിരിക്കുന്ന വരികളാണ് മനോഹരം. നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.